നിങ്ങളുടെ ഇടയിൽ എന്തോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷനിലോട്ട് പോയിട്ടുള്ളത്. അത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു നോൺ കോണ്ടാക്ട് ചൈൽഡായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടെ തന്നെ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണ്, ഈ ഒരു വ്യക്തിക്ക് ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറീസിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അയാൾക്ക് അങ്ങോട്ട് പോകാനും കഴിയുന്നില്ല, ഇങ്ങോട്ട് വരാനും കഴിയുന്നില്ലാത്ത ആ ഒരു സിറ്റുവേഷനിലാണ്. ഇവിടെ നിന്നൊക്കെ മാറിപ്പോയി വേറെ ലൈഫ് അതല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾക്ക് നടക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ തമ്മിലൊരു ബോണ്ട് അത്രയും സ്ട്രോങ് ആയിരുന്നു. നിങ്ങളുടെ ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അയാൾക്ക് ആ ഒരു വാക്കൊന്നും പാലിക്കാൻ പറ്റിയില്ല. പക്ഷെ അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലൊരു ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേഷനെ പറ്റിയൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടില്ല, രണ്ടുപേർക്കും വേണ്ടിയില്ല. പക്ഷെ എന്തോ ഒരു ഫോഴ്സിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ അയാൾക്ക് ഒരിക്കലും മറക്കാനും പറ്റുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനൊട്ടും പറ്റുന്നുമില്ല. ആകപ്പാടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടെയാണ് ഇപ്പോൾ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പിലായെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു ഇമോഷന്റെ അകത്ത് അയാൾ ട്രാപ്പിലായിട്ട് നിൽക്കുവാണ്. അത് അയാൾക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനും കഴിയുന്നില്ല, എങ്കിൽ അയാൾക്ക് അകത്തോട്ട് നല്ല രീതിയിലോട്ട് വരാനും പറ്റുന്നില്ല. അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഇയാളുടെ ലൈഫിൽ ഇയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടിയിട്ടൊക്കെയുണ്ട്, എല്ലാം ഒക്കെ ഓക്കെ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എപ്പോഴും അയാളുടെ ലൈഫിൽ എന്തൊക്കെയോ മിസ്സിങ് ആണ്. അത് അയാൾക്കും ശരിക്കും അറിയാം. നിങ്ങളുടെ ആ ഒരു പ്രസൻസ്, നിങ്ങളോടുള്ള ആ ഒരു ഇഷ്യൂ ഒക്കെയാണ് ആ ഒരു വ്യക്തിക്ക് മിസ് ചെയ്യുന്നത്. അയാളുടെ ലൈഫിൽ അയാൾ എന്തൊക്കെ അയാൾക്ക് കിട്ടിയാലും അയാൾക്കൊരു സമാധാനം വരുന്നില്ലാത്ത കാര്യം അതുകൊണ്ട് തന്നെയാണ്. അയാൾ എപ്പോഴും നിങ്ങളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടിയാലും അയാൾ തൃപ്തനല്ല. ബിക്കോസ് അയാളുടെ കൂടെ നിങ്ങളില്ല. അപ്പൊ അതിന്റെ വിഷമം ആ ഒരു പേഴ്സണ് നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അയാൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് അയാളുടെ ലൈഫിൽ അയാൾക്ക് യൂണിവേഴ്സ് കൊടുത്താലും അയാൾക്ക് അതൊന്നും അയാൾക്ക് ആവശ്യമില്ല. അയാൾക്ക് എപ്പോഴും നിങ്ങൾ അയാളുടെ ലൈഫിൽ വേണമെന്നൊരു ചിന്ത മാത്രമാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. അതുപോലെ തന്നെ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഒരു സോൾ കണക്ഷനും നല്ല രീതിയിൽ ഉള്ള ഒരു ബോണ്ടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേഷൻ പീരീഡ് ആണെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾക്ക് അതായത് നിങ്ങളെ യൂണിവേഴ്സ് മനഃപൂർവ്വം സെപ്പറേറ്റ്